ആരാണ്? പ്രയർ ആരെങ്കിലും പഠിക്കും കേട്ടോ. ഓക്കെ മിസ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. Okay. Thought of the day. Thought of the day. ആരെങ്കിലും പറഞ്ഞോളൂ. കേൾക്കുന്നില്ലേ? ആരും പറയുന്നില്ലേ? ഞാൻ പറയാം. Thought of the day. Dream, dream, dream. Dream transform into thoughts and thoughts results in action. APJ Abdul Kalam. Okay, very good afternoon to all. കേൾക്കാമോ പറയുന്നത്? യെസ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. Yes. ജിഷ മിസ്സിന് എന്ത് പറ്റി മിസ്സേ? മിസ്സിനെ മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ കേൾക്കാനത്. ഓക്കെ, യെസ്. കുറച്ച് പേരുള്ളത് മിസ്സിന് എന്ത് പറ്റി? വയ്യേ? വയ്യാതൊന്നുമില്ലല്ലോ, കുറച്ച് ഓട്ടത്തിലായിരുന്നു, അതാണ്. മിസ്സിന്റെ ഫ്രണ്ടിന് എന്ത് ആയി? എന്താ? മിസ്സിന്റെ ഫ്രണ്ടിന്റെ കാര്യം എന്തായി? ആള് മരിച്ചു. ബോഡി കിട്ടി 3 ദിവസം കഴിഞ്ഞപ്പോ ബോഡി തൊട്ടടുത്ത് തന്നെ ഒരു കായലുണ്ട്, അപ്പൊ കൊന്തിയായിരുന്നു. അങ്ങനെ പോയിരുന്നു. PDF കാണുന്നുണ്ടോ നിങ്ങള്? ഇല്ല മിസ്സേ. ഇല്ല. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ.
ഷംസ് ലീവാണ് കേട്ടോ, അത് മേടിച്ചു കരുത്. കാണാലോ, കാണാമോ? കാണാം കാണാം കാണാം. ഡെവലപ്മെന്റ് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തല്ലേ? സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം പറഞ്ഞു. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞു. അതെ. പ്രൂഫിംഗ് 4 ടൈപ്സ് ഓഫ് പ്രൂഫിംഗ് നമ്മൾ പറഞ്ഞല്ലേ? ഏതൊക്കെയാണ്? RC സെന്ററിന്റെ, ഷീറ്റ് പ്രൂഫിംഗ്, ടാറ്റഡ് പ്രൂഫിംഗ് ആൻഡ് ടൈൽ പ്രൂഫിംഗ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിംഗ് ഫ്ലോറിംഗ് പറഞ്ഞോ? പറഞ്ഞല്ലേ? ഉഷാരിലൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഉഷാ, next വരുന്നത് side walls. For the Indian atmosphere, that too generally in plains, the fully covered, that too with closed door type of classrooms are not advisable. Specifically for the primary and pre-primary classes, the parapet wall is enough. എന്താണ് സൈഡ് വാൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്? സൈഡ് വാൾസ്, സൈഡ് വാൾ രണ്ട് ക്ലാസ് മുറികളെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഇന്ത്യയുടെ അറ്റ്മോസ്ഫിയർ അനുസരിച്ചിട്ട് നമുക്ക് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകൾ പറ്റുമോ? ക്ലോസ് ഡോർ ആയിട്ടുള്ള ക്ലാസ് റൂമുകൾ പറ്റുമോ? ഫുള്ളി ഓട്ടച്ചിട്ട് മുറികൾ കുട്ടികൾക്ക് ഇല്ല അല്ലേ? അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂമിൽ നമ്മള് പാരപെറ്റ്സ് വാൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഫുള്ളി കവേർഡ് ആവുന്ന പറഞ്ഞാൽ എന്തായിരിക്കും? ഫുള്ളി കവേർഡ് ആവുന്ന പറഞ്ഞാൽ ക്ലാസ് മുറി അടച്ചിട്ടുകൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസ്, അങ്ങനെ എന്താവുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്, എയർ സർക്കുലേഷൻ ശരിയാവില്ല. അപ്പം കുട്ടികൾക്ക് ചൂടാണെ ഭയങ്കര ചൂട് ഒക്കെ ആയിരിക്കും. അപ്പൊ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്ലാസ് വേണം? ഫുള്ളായിട്ട് കവേർഡാസിലെ ക്ലാസ്സുകൾ ഒരിക്കലും അഭികാമ്യമല്ല. പ്രത്യേകിച്ച് എങ്ങനെയായിരിക്കണം? അത്യാവശ്യം ഇങ്ങനെയുള്ളതായിരിക്കും. പ്രത്യേകിച്ച് പ്രീ പ്രൈമറി കുട്ടികൾക്ക് പാരപെറ്റ് മതിലുള്ള, അല്ലെങ്കിൽ എന്താണ് ക്ലോസ്ഡ് ആവരുത് അല്ലെ? ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് സിസ്റ്റം ആയി കഴിഞ്ഞാൽ എന്താണ് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ളത്, അവൈലബിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഓപ്പണിംഗ് ക്ലാസ് റൂംസുകളായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതായത് ഓപ്പൺ ആയിട്ടുള്ള ക്ലാസ് റൂംസ് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വാള് വരുന്നതിന്റെ സൈഡിൽ ഇങ്ങനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യാറുണ്ട് അല്ലെ? ക്ലാസ് റൂമുകള് ചിലപ്പോൾ ഷീറ്റ് വെച്ച് മറിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്ലേവുഡ്സ് വെച്ചിട്ട് മറിക്കും, പാരപെറ്റ്സ് വെച്ച് മറിക്കാറുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ പാർട്ടീഷൻ ചെയ്യാൻ കണ്ടിട്ടില്ല. അപ്പൊ വലിയൊരു ഹാളായിരിക്കും, പക്ഷെ അതിനെ 5 ക്ലാസ് ഒക്കെ ആയിട്ട് നമ്മൾ മാറ്റും. എങ്ങനെയാണ് അത് മാറ്റുന്നത്? സൈഡിൽ എന്ത് വയ്ക്കും? അതിന്റെ സ്ക്രീൻ പോലെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മറയ്ക്കുന്ന തരത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്യും. അപ്പത്തെ ക്ലാസ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ഒരു ക്ലാസ് റൂം പോലെ നമ്മൾ സെറ്റ് ചെയ്യണം അല്ലെ? സൈഡ് വാൾസിൽ വെച്ചിട്ട്, അല്ലാതെ ഒരിക്കലും എന്താണ് ക്ലോസ്ഡ് ആക്കുന്നില്ല. ഓക്കെ, കുറച്ചുകൂടി കുട്ടികൾക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത് തരത്തിലുള്ള ക്ലാസ് റൂംസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ബോർഡ്സ് ആണ്. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ബ്ലാക്ക് ബോർഡിന്റെ. There are 5 types of blackboards used today. എത്ര ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡ് ഉണ്ട്?
5 ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? വാൾ മെയ്ഡ് ബോർഡ്, വാൾ ഫിക്സ്ഡ് ബോർഡ്, സ്റ്റാൻഡ് ബോർഡ്, റോളിംഗ് ബോർഡ്, സ്ക്രീൻ ബോർഡ്. ഇതൊക്കെയാണ് വാൾ മെയ്ഡ് ബോർഡ്, വാൾ ഫിക്സ്ഡ്, സ്റ്റാൻഡ് ബോർഡ്, റോളിംഗ് ബോർഡ് ആൻഡ് സ്ക്രീൻ ബോർഡ്. ഓക്കെ, അപ്പൊ എന്താണ് വാൾ മെയ്ഡ് ബോർഡ് എന്ന് പറയുന്നത്? വാൾ മെയ്ഡ് board was made in the wall itself by cement plastering. The advantages of this board is we do not want to remove the board. Disadvantages is we cannot remove the board. Okay. എന്താണ് വാൾ മെയ്ഡ് ബോർഡ്? വാൾ മെയ്ഡ് ബോർഡ് ഭിത്തിയിൽ തന്നുള്ള ബോർഡാണ്. അത് സിമെന്റ് കൊണ്ട് വാർത്ത പോലുള്ളതാണ്. ചുമരിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ബോർഡാണ് അല്ലെ? ചുമരിൽ തന്നെ സിമെന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടാണ് ബോർഡ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല, മാറ്റാൻ പറ്റുമോ? ഇല്ല അല്ലെ, അവിടെ ഫിക്സ്ഡ് ആണ് അല്ലെ? ഓക്കെ, അതായത് അവിടെ നമുക്ക് മാറ്റാൻ ഭിത്തിയോട് ചേർന്ന് കൊണ്ടിട്ടാണ് ആ ബോർഡ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബോർഡ് എന്താണ്? വാൾ ഫിക്സ്ഡ് ബോർഡ്. എന്തായിരിക്കും വാൾ ഫിക്സ്ഡ് ബോർഡ്? മോസ്റ്റ്ലി വുഡൻ linoleum or plywoods are used in this kind. This can be removed and fixed anywhere. Mostly wooden linoleum or plywoods are used in this kind. This can be removed and fixed anywhere. നമുക്കിത് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒന്നല്ലെങ്കിൽ വുഡൻ ലിനോളിയം അല്ലെങ്കിൽ പ്ലേവുഡ്സിലായിരിക്കും ഇതിന്റെ മെറ്റീരിയൽസ് വരുന്നത്. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും ബോർഡിൽ. എന്താണ് ചിലപ്പോൾ കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഭാഗങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് എപ്പോ വേണമെങ്കിലും ഇത് മാറ്റാൻ പറ്റുന്ന രീതിയിലല്ല എവിടെ കൊണ്ടുപോയി നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ടൈപ്പിലുള്ള പ്ലേവുഡ് ബോർഡ്സുകളും ഉണ്ട്. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് ബോർഡ് ആണ് എന്ത്? സ്റ്റാൻഡ് ബോർഡ്. മോസ്റ്റ്ലി വുഡൻ remove the stand and use a fixed board as well as a set of boards because it is very risky. Check if the boards are hard fixed or not. എന്താണ് വാൾ സ്റ്റാൻഡ് ബോർഡ് എന്ന് പറയുന്നത്? സ്റ്റാൻഡ് ബോർഡ് സ്റ്റാൻഡിലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് സ്കൂളിൽ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് അല്ലെ സ്റ്റാൻഡ് ബോർഡ്സ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് വെരി റിസ്കി ആണ്. റിസ്കി ആവാൻ കാരണം എന്താണ്? ഇത് ഓൾറെഡി ഒരു സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത് അല്ലെ? 3 സ്റ്റാൻഡ്സ് ഉണ്ട്, 3 തൂണുകൾ പോലെ ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുമ്പോ കുട്ടികൾ പോകുന്ന സമയത്ത് ചിലപ്പോ ഇതൊന്ന് തട്ടി കയറാൻ ചിലപ്പോ എന്താണ് താഴേക്ക് വീഴാനോ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ബോർഡുകൾ. പിന്നെ ഇത് കറക്റ്റ് ആയിട്ട് എല്ലാ സ്റ്റാൻഡിൽ ഇരിക്കുന്നെങ്കിൽ ടീച്ചേഴ്സ് എഴുതുന്ന സമയത്ത് അതിനൊരു ഇളക്കം ഉണ്ടാവും അല്ലെ? ഇങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെന്താണ്? if the board are hard fixed or not. ഇനി ഇങ്ങനെയുള്ള ബോർഡിന്റെ പ്രത്യേകത എന്തായിരിക്കും? നമ്മൾ കണ്ടിട്ടില്ലേ സ്റ്റാൻഡ് ബോർഡ് കണ്ടിട്ടില്ലേ? നിങ്ങള് സ്റ്റാൻഡ് ബോക്സുകൾ കണ്ടിട്ടില്ലേ? സ്റ്റാൻഡ് ബോർഡുകൾ കണ്ടിട്ടില്ലേ നിങ്ങള്? ഉണ്ട് മിസ്സേ, ഉണ്ട്. യെസ്. കോമൺലി സ്കൂളുകളിൽ ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലൊരു ബോർഡ്സുകളായിരുന്നു അല്ലെ? ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ഇങ്ങനെയുള്ള ബോർഡുകളായിരുന്നു സ്റ്റാൻഡിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ നമുക്ക് സ്റ്റാൻഡ് നീക്കി എവിടെ വേണമെങ്കിലും വെക്കാനും പറ്റുമായിരുന്നു. പക്ഷെ അത് അപകട സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ബോർഡാണ്. കുറച്ച് റിസ്ക് ഉണ്ട് അതിന്. പിന്നെ അതുപോലെ റോളിംഗ് ബോർഡ്. റോളിംഗ് ബോർഡ് എന്താണ്? അടുത്ത ടൈപ്പ് ഓഫ് ബോർഡാണ് റോളിംഗ് ബോർഡ്. എന്താണ് അതിന്റെ പ്രത്യേകത? ദിസ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് ബോർഡ് അറ്റ് ഓൾ. We may use it for temporary purpose till we get a permanent board. റോളിംഗ് ബോർഡ് കണ്ടിട്ടില്ലേ? നമ്മളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മള് എന്താണ് ഒരു ചെറിയൊരു ഇതിന് വേണ്ടി ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ബ്ലാക്ക് കളറിൽ കാണാം, പല കളേഴ്സിൽ ഇപ്പൊ അത് അവൈലബിൾ ആണ്. നമുക്ക് അത് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നതാണ്. ബ്ലാക്ക് കളറിൽ കണ്ടിട്ടില്ല, നമ്മുടെ ഷീറ്റിന്റെ രൂപത്തിലായിരിക്കുള്ളൂ. പക്ഷെ അത് കീറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. നല്ല കൂർത്ത പോലുള്ള എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ അത് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്.
മനസ്സിലായോ? റോളിംഗ് ബോർഡ് എന്താണ്? നമുക്ക് ചുരുട്ടി നമ്മുടെ കയ്യിലോ ബാഗിലോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സ്റ്റുഡൻസ് അത് കൊണ്ടുപോകാറുണ്ട് റോളിംഗ് ബോർഡ്സിൽ. അപ്പൊ നമുക്ക് ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും ഇത് ബോർഡ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് അത് കണക്ട് ചെയ്തിട്ട് അവിടെ എഴുതാവുന്നതാണ്. പല വലിപ്പത്തിൽ കിട്ടും, പല വലിപ്പത്തിൽ അതിന്റെ ഷീറ്റ്സുകൾ കിട്ടും. അതിനനുസരിച്ച് മുകളിൽ ഒരു പൈപ്പ് ഉണ്ടാവും. ചിലവരത് ഉണ്ടാക്കാറുണ്ട്. മുകളിൽ ഒരു പൈപ്പ്, താഴെ ഷീറ്റ്, താഴെയും ഉണ്ടാവും ഒരു പൈപ്പ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ്. അപ്പൊ എവിടെ വേണമെങ്കിലും അത് കണക്ട് ചെയ്യാം. കലണ്ടറിന്റെ ഒക്കെ ഒരു രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു ഷേപ്പ് ഉള്ളതുണ്ട്, അതിന് വലുതുണ്ട്, അങ്ങനെ പല ഷേപ്സിൽ നമുക്ക് റോളിംഗ് ബോർഡ്സിൽ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡാണ് ഇത് റോളിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ക്രീൻ ബോർഡ്. എന്താണ് സ്ക്രീൻ ബോർഡ്? സ്ക്രീൻ ബോർഡ് കണ്ടിട്ടുണ്ടോ? സ്ക്രീൻ ബോർഡ് എവിടെയായിരിക്കും? ഇത് നമുക്ക് രണ്ട് പർപ്പസിനായിട്ട് നമ്മൾ ഉപയോഗിക്കും. ദിസ് ഈസ് ഫോർ ബോത്ത് പർപ്പസ്. എ സ്ക്രീൻ വിച്ച് ഈസ് ആൾസോ യൂസ്ഡ് കേട്ടോ. ആൾസോ യൂസ്ഡ് എന്നാണ്. അവിടെ ഒരു എൻ വന്നിട്ടുണ്ട്, അതൊന്ന് വെട്ടിയേക്കും. ആൾസോ യൂസ്ഡ് ആൻഡ് ആസ് എ ബോർഡ്. നമുക്ക് സ്ക്രീനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സ്ക്രീൻ വെച്ചാൽ സ്മാർട്ട് ക്ലാസ് റൂമുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലെ. സ്മാർട്ട് ക്ലാസ് റൂം എന്ന് വെച്ചാൽ എന്താണ്? ടെക്നോളജിക്കൽ അസിസ്റ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെ. അപ്പൊ അവിടെ ഇത് ബോർഡായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും അല്ലെ. എഴുതാനായിട്ട് ഇപ്പൊ പേന അല്ലെങ്കിൽ സ്കെച്ചസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ആ ബോർഡ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വീഡിയോസ് കുട്ടികളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സ്ക്രീനായിട്ട് ഉപയോഗിക്കുന്നത് എന്തായിരിക്കുള്ളൂ? ഈ ബോർഡ് തന്നെ ആയിരിക്കും കേട്ടോ. ഇത് സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് മിക്കവാറും ഇങ്ങനത്തുള്ള സ്ക്രീൻ ബോർഡുകൾ വരുന്നത്. കണ്ടിട്ടുണ്ടോ? സ്ക്രീൻ ബോർഡ് കണ്ടിട്ടുണ്ടോ? വൈറ്റ് കളറിലായിരിക്കും. എന്ത് കാണിച്ചു തരാം. കാണാമോ? കാണുന്നുണ്ടോ? ഇല്ല മിസ്, ഇങ്ങോട്ട് ഇച്ചിരി നീട്ടി പിടിക്കണം. ഇത് നേരെ ഇപ്പോഴോ? സ്ക്രീനിനകത്ത് വരുന്നില്ല. സ്ക്രീനിലായിട്ട് വരാത്തത് ഇത് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് തോന്നുന്നു. സ്മാർട്ട് ബോർഡ്സ്, സ്മാർട്ട് ക്ലാസ് റൂംസ് കണ്ടിട്ടില്ലേ നിങ്ങള്? സ്മാർട്ട് നോക്കൂ, കാണുന്നുണ്ടോ? ബോർഡായിട്ടും യൂസ് ചെയ്യാം, സ്ക്രീനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോഴോ? ഫോണേ കാണാൻ പറ്റുന്നില്ല മിസ്സേ. അപ്പൊ ഇതൊന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. സ്ക്രീൻ ബോക്സ് നോക്കി കഴിഞ്ഞാൽ വരും. അപ്പൊ എത്ര ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡ്സുകളാണുള്ളത്? ഏതൊക്കെയാണ്? 5 types. ഏതൊക്കെയാണ്? Wall made, fixed, stand based, screen board. ഓക്കെ, സ്റ്റാൻഡ് ബോർഡ്, റോളിംഗ് ബോർഡ് ആണ് സ്ക്രീൻ ബോർഡ്. നമ്മൾ ടെമ്പററി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ബോർഡ് ഏതാണ്? ടെമ്പററി പർപ്പസിന് റോളിംഗ് ബോർഡ്. റോളിംഗ് ബോർഡ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ബ്ലാക്ക് ബോർഡ് പല ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? യൂസിങ് ദ ബ്ലാക്ക് ബോർഡ്. ഈ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുമ്മാ ഒരു ബോർഡ് ഉണ്ട്, ബോർഡിൽ എഴുതാം എന്ന് മാത്രമല്ല നമ്മൾ വിചാരിക്കുന്ന. ബോർഡിൽ എഴുതേണ്ടതായിട്ടുള്ള കുറെ രീതികളുണ്ട്. അതായത് എന്തൊക്കെയാണ്? ടീച്ചർ ഈസ് റൈറ്റിംഗ്, ഷീ ഷുഡ് ബി 90 ഡിഗ്രി എന്നാണ് കേട്ടോ. 900 എന്നാണ്. 90 ഡിഗ്രി നോക്കാട്ടത്. 90 degree should be 90 degree with the board. Only her hip should be moved, but not the full body with the legs.
ഇതെന്താ പറയുന്നത്? ഒരു ടീച്ചർ ബോർഡിൽ എഴുതുന്ന സമയത്താണ്. അപ്പൊ എന്റെ പുറകെ ഉള്ളത് ബോർഡാണെന്ന് വിചാരിക്കുക കേട്ടോ. ഇത് ബോർഡാണെന്ന് വിചാരിക്കാം. യെസ്, ടീച്ചർ ഫുള്ളി ഇങ്ങനെ കവർ ചെയ്തിട്ടായിരിക്കണം എഴുതുന്നത്. ഫുള്ള് കവർ ചെയ്യണോ? ബോഡി ഫുള്ള് തിരിയണോ? ഇല്ല, നമ്മുടെ ഹിപ്പ് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ? ഹിപ്പ് എന്ന് വെച്ചാൽ ഇത്രയും 90 ഡിഗ്രി ഇങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ 90 ഡിഗ്രിയിൽ നമ്മളോട് മൂവ് ചെയ്യാൻ പറയുന്നത്. അതായത് ഫുള്ളി നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളുടെ ബാക്ക് സൈഡ് ആയിരിക്കും കുട്ടികൾ കാണുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഒന്നും തന്നെ എന്താണ് ബോർഡിൽ എഴുതുന്നത് കാണാനായിട്ട് സാധിക്കുക. നമ്മൾ എഴുതുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലായിരിക്കണം. അതായത് എഴുതുമ്പോഴാണ് കുട്ടികളെ നമുക്ക് വാച്ച് ചെയ്യാനും പറ്റണം. നമ്മൾ എഴുതുന്നത് കുഞ്ഞുങ്ങൾക്ക് കാണാനും പറ്റണം. ഓക്കെ, ഒരിക്കലും അത് കവർ ചെയ്ത് ഫുൾ ബോഡി കവർ ചെയ്തുകൊണ്ടിട്ടായിരിക്കും നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, യെസ്, നമ്മുടെ ഹിപ്പ് മാത്രമായി ഇപ്പൊ അറ്റം വരെ എഴുതുന്നെങ്കിലും എന്താണ് നമ്മൾ ഹിപ്പ് മൂവ് ചെയ്തായിരിക്കണം. അതായത് ഈ ഒരു ഭാഗം, താഴത്തെ ഈ ഒരു ഭാഗം മൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഴുതേണ്ടത്. ഇനി cover the body completely with the while writing in the blackboard. അവിടെ എന്താ പറയുന്നത്? കവർ ദ ബോഡി. ഇവിടെ കവർ ദ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് ബോർഡിന്റെ ബോഡിയാണ് കേട്ടോ. നമ്മുടെ ബോഡി അല്ല, ബ്ലാക്ക് ബോർഡിന്റെ ബോഡീസ് ഫുള്ളി നമ്മൾ യൂസ് ചെയ്യണം. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭാഗം മാത്രമല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുന്നത്, കംപ്ലീറ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, യെസ്, cover the body completely while writing in the blackboard. Then a teacher should not show the back to students when she is writing. എന്താ പറയുന്നത്? The teacher should not show the back to students when she is writing. ഒരിക്കലും ടീച്ചർ ബാക്ക് പോർഷൻ കാണിച്ചുകൊണ്ട് മാത്രം അങ്ങനെ തിരിഞ്ഞു നിന്ന് എഴുതരുത്. എങ്ങനെ എഴുതണമെന്നാണ് നമ്മൾ പറഞ്ഞത്? 90 ഡിഗ്രിയിലായിരിക്കണം ഒരു ടീച്ചർ നിൽക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നതായിരിക്കും. നമ്മൾ ഫുൾ ബോഡി കവർ ചെയ്തിട്ടായിരിക്കരുത് ബോഡി യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് നമ്മുടെ ഹിപ്പ് മാത്രമായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കലും കുട്ടികളെ നമ്മൾ ബാക്ക് സൈഡ് കാണിച്ച് തിരിഞ്ഞു നിന്ന് എഴുതാൻ ശ്രമിക്കരുത്. Then she should always write column after column. The width of the column should be less than the reachable point of that writing hand. ഇനി നമ്മൾ ശ്രദ്ധിക്കും, ബോർഡിൽ എഴുതുന്നതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ പറയുന്നതിലും കൂടുതലായിട്ട് വേറെ ഒരു കാര്യം പറയാം. നമ്മള് പല ചോക്കുകൾ ഉപയോഗിക്കണം. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഹെഡ് പോയിന്റ്സ് എഴുതുന്നതിന് കളർ ചോക്കുകൾ ഉപയോഗിക്കാം. അപ്പൊ ഫസ്റ്റ് ലെറ്റർ തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കണം? ഫസ്റ്റ് ഹെഡ് പോയിന്റ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ എഴുതണം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ എഴുതാം. അപ്പൊ അതിനൊരു കളർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ എന്താണ്? ചെറിയ ഹെഡ് പോയിന്റ്സ് ആണെങ്കിൽ ഇപ്പൊ പാർട്സ് ഓഫ് ഫ്ലവർ ആണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ പാർട്സ് ഓഫ് ഫ്ലവർ എന്ന് പറഞ്ഞ് മുകളില് ഹെഡിങ് കൊടുക്കും. അത് വേറൊരു കളറിലായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം. ഓരോ ലെറ്റേഴ്സും തമ്മിൽ എന്താണ്? കറക്റ്റ് വിഡ്ത്ത് ആയിരിക്കണം അല്ലെ, കറക്റ്റ് അളവിലായിരിക്കണം അത് എഴുതേണ്ടത്. എവിടെ തുടങ്ങുന്നു ഒരു കറക്റ്റ് ഡയറക്ഷനിൽ തന്നെ അത് അവസാനിച്ചിരിക്കണം. ഒരിക്കലും നമ്മളിങ്ങനെ എഴുതി വളഞ്ഞു മുകളിലേക്കൊന്നും പോകാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് തന്നെ എഴുതണം. സെക്കൻഡ് പൂവ് വരച്ചു. പൂവിന് നമുക്ക് പല കളേഴ്സ് കൊടുക്കാം, പല തരം ചോക്സുകൾ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് പടം പിക്ചർ വരച്ചതിന് ശേഷം അത് നമുക്ക് ലേബൽ ചെയ്യണം അല്ലെ. ലേബൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മള് ഓരോ ആരോ മാർക്കിനും വേണമെങ്കിൽ ഓരോ കളർ ചോക്സ് കൊടുക്കാം. ചെറിയ ലെറ്റേഴ്സിലായിരിക്കും, സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും നമ്മൾ അത് എഴുതുന്നത്. ഇൻ കേസ് സ്മോൾ ലെറ്ററിലെല്ലാം ഫസ്റ്റ് ലെറ്റർ നമ്മൾ എന്ത് കൊടുക്കും? ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കും. ഓക്കെ, ലീഫിന്റെ ഫസ്റ്റ് എൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയത്. അപ്പൊ എല്ല് വേണ്ടി വേറെ കളർ കൊടുക്കാം, ബാക്കിയുള്ളത് സെയിം കളറിൽ തന്നെ എഴുതാം. അങ്ങനെ എഴുതുന്നതിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ബോർഡ് കാണാൻ തന്നെ വളരെ മനോഹരമായിരിക്കും, കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിരിക്കുള്ളൂ അല്ലെ. ക്ലാസ് കാണാനായിട്ട് അല്ലെങ്കിൽ ബോർഡ് യൂസ് ചെയ്യാൻ തന്നെ നോക്കിയെടുക്കാൻ തന്നെ കുട്ടികൾക്ക് വളരെ അട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, യെസ്, അപ്പൊ തന്നെ ബോർഡിൽ പല കളേഴ്സ് വന്നു, നല്ല ഭംഗിയായിട്ട് ടീച്ചർ അത് എഴുതിയിട്ടുണ്ട്. യെസ്, അപ്പൊ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആഡിക്കേറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം. ആഡിക്കേറ്റ് സ്പേസ് ബിറ്റ്വീൻ ലൈനില് സ്പേസ് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് പോയിന്റ് ഇടേണ്ടടുത്ത് പോയിന്റ് ഇടുക, അണ്ടർലൈൻ ചെയ്യേണ്ടടുത്ത് അണ്ടർലൈൻ ചെയ്യണം. സ്ട്രെസ് ചെയ്തുള്ള വാക്കുകൾ എന്താ? ഈ ഇൻവെർട്ടർ കോമയിൽ ഇടണം അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടണം. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് പോയിന്റ് ഓഫ് വ്യൂ തന്നെ ആയിരിക്കണം എഴുതേണ്ടത്. യെസ്, അപ്പൊ അത്തരം കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. പിന്നെ വിത്ത് അക്ഷരങ്ങൾ ഒരിക്കലും വളഞ്ഞു പൊളിഞ്ഞ് എഴുതാൻ പാടില്ല. വളരെ ബോർഡ് യൂസ് ചെയ്യാൻ അറിയാത്തവര് ഒരു റോളിംഗ് ബോർഡൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. കുറച്ചുകൂടി എളുപ്പമായിരിക്കുള്ളൂ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ.
ഓക്കെ, ബോർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കും. ഒരു ടീച്ചർ അല്ലെങ്കിൽ HM നമ്മുടെ ക്ലാസ് വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, യെസ്, നമ്മുടെ ഒരു ഇംപ്രഷൻ പോകാനുള്ള അത് മതി. മോശമായിട്ടാണ് നമ്മളത് ഇനീഷ്യേറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മോശമാണ് അല്ലെ. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ബോർഡ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, യെസ്, മനസ്സിലായോ അത്? Yes, miss. Yes, miss. യെസ്. പിന്നെ യെസ്, ലാസ്റ്റ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്താണ്? wrap the board always after use. wrap the board always after use. എന്താണ്? എഴുതിയതിനു ശേഷം അത് മായ്ച്ചു കളയാൻ റബ്ബ് ചെയ്യണം. ഇതിന് ശേഷം എന്താണ്? അത് കൃത്യമായിട്ട് നമ്മള് എന്താണ് മായ്ച്ചു കളയേണ്ടതാണ്, റബ്ബ് ചെയ്യേണ്ടതാണ് കേട്ടോ. അങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ പെട്ടെന്ന് വായിക്കരുത്, കുട്ടികൾ അത് എഴുതി കഴിഞ്ഞു എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം മാത്രമേ അത് വായിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞെന്ന് ചോദിക്കുക, അതിന് ശേഷം നമ്മളത് റബ്ബ് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദ ക്ലാസ്, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ബ്ലാക്ക് ബോർഡ് നമ്മൾ അലക്ഷ്യമായിട്ട് ഉപയോഗിക്കരുത്. യെസ്, ക്ലാസ് മുറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ബ്ലാക്ക് ബോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അധ്യാപകരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. നമ്മളെ ഒരു ചെറിയ സാധനമായിട്ട് അതിനെ കാണരുത്. ഓക്കെ, യെസ്, ഓക്കെ, യൂസ് ദ ബ്ലാക്ക് ബോർഡ്. മനസ്സിലായോ പോയിന്റ്സുകള്? നമ്മൾ എഴുതുമ്പോൾ 90 ഡിഗ്രിയിലായിരിക്കണം നമ്മുടെ പൊസിഷൻ വരേണ്ടത്. ഹിപ്പ് മാത്രമായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. ബോഡി യൂസ് ചെയ്യുന്ന സമയത്ത് ബോർഡ് ഫുൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്താണ്? ഒരിക്കലും നമ്മുടെ ബാക്ക് സൈഡ് കുട്ടികളെ കാണിച്ചുകൊണ്ടായിരിക്കരുത് നമ്മൾ ബോർഡിൽ എഴുതേണ്ടത്. ദെൻ ഓരോ കോളംസ് എഴുതുന്ന കൃത്യമായിട്ട് ഒരു വെട്ട് കീപ്പ് ചെയ്ത് കൃത്യമായിട്ട് ചോക്സുകൾ ഉപയോഗിച്ച് കളർ ചോക്സുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എഴുതേണ്ടത്. ദെൻ ഉപയോഗശേഷം ബ്ലാക്ക് ബോർഡ് എന്ത് ചെയ്യാം? കൃത്യമായിട്ടത് മാറ്റിക്കേണ്ടതാണ്. ഓക്കെ, ഇനി how to arrange the blackboard. How to arrange the blackboard. If it is a normal line, it should not be from the back side of the board or particularly from the opposite of the board. Side lengthening is preferable, like 2 notes from both sides. Glare may come. If it is electrical lightning tube, lights are preferable since reddish lightning will be the focus or spotlight will keep glare. How to arrange blackboard. നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇനി ബോർഡ് വെക്കുന്ന കാര്യത്തെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? ഇപ്പൊ ബോർഡ്സ് വെക്കുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലൈറ്റ്, if the normal light should not be from the back side of the board or particularly from the opposites of the board. Side lighting is preferable, that do not from both sides glare may come. നമ്മൾ ബോർഡ് വെക്കുന്ന സമയത്ത് ലൈറ്റ് ഫ്രണ്ടിൽ നിന്നാണോ ഒരു സൈഡിൽ നിന്ന് അടിക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് വിസിബിൾ ആവുന്നത്? ഷെയ്ഡ് വരാൻ സാധ്യത അല്ലെ? ബ്ലാക്ക് ബോർഡ്സിൽ ലൈറ്റിംഗ് ഷെയ്ഡ് വരും. അപ്പൊ ലൈറ്റ് വരുമ്പോ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മള് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു വൈകുന്നേരങ്ങളാവുന്ന സമയത്ത് അപ്പൊ ഇങ്ങനെ ഓപ്പൺ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ടീച്ചർ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ബാക്കിൽ സൂര്യൻ വരാറുണ്ട് അല്ലെ? വൈകുന്നേരങ്ങളാവുന്ന സമയത്ത് സൂര്യൻ വരാറുണ്ട്. അപ്പൊ നമുക്ക് ആ വെട്ടം ഇങ്ങനെ ഉള്ളിലേക്ക് അടിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ ഇരിക്കുന്ന ബോർഡിൽ ടീച്ചർ എന്താണ് എഴുതുന്നത് കാണാൻ പറ്റാറുണ്ടായിരുന്നില്ല. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? എഴുതുന്നത് മനസ്സിലാവില്ല, പെട്ടെന്ന് ഈ വെട്ടം ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല മിസ്സേ. അതായത് മിക്കവാറും വൈകുന്നേരങ്ങളിലെ ക്ലാസ്സുകളിലെ പീരീഡുകളിൽ ആക്കിയുള്ളൂ സൂര്യൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് വരുമ്പോൾ ടീച്ചർ എഴുതുന്നത് ഒന്നും ആ വെട്ടം കൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ബാക്കിൽ നിന്ന് നല്ല വെട്ടം വെച്ച് വരുന്നത്. പക്ഷെ അപ്പൊ അങ്ങനെ വരാൻ പാടില്ല ഒരിക്കലും. പ്രത്യേകിച്ച് എങ്ങനെയായിരിക്കണം വരേണ്ടത്? ബാക്ക് സൈഡിൽ വെട്ടം വരാൻ പാടില്ല. അതുപോലെ എന്താണ്? നേരെ വരാൻ പാടില്ല. സൈഡ് ലൈറ്റിന് കുഴപ്പമുണ്ടാവില്ല. സൈഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ബോർഡ് എന്ന് പറഞ്ഞാലേ ചില ബോർഡുകൾ ഭയങ്കര എന്താ പറയുക ഗ്ലേസ് ഉള്ളതുണ്ടാവും അല്ലെ? വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബോർഡുകൾ. നമ്മുടെ ചില സമയത്ത് എന്താണ് ലൈറ്റ് ഇട്ടാൽ നമുക്ക് അക്ഷരങ്ങൾ ക്ലിയർ ആവില്ല. അതൊരു മിനുസം ഉള്ളത് കൊണ്ട് അവിടെ തിളക്കം ഉണ്ടാവും. തിളക്കം കാരണം നമുക്ക് എഴുതുന്നത് ക്ലിയർ ആവാതെ വരും. അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതായത്
that to note from both sides glare make. അപ്പൊ നമുക്ക് both side രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് വെട്ടം വന്നാലും പ്രശ്നമാണ്, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്താണ് സൈഡ് ലൈറ്റിംഗ് നമുക്ക് കുറച്ചുകൂടി അഭികാമ്യമാണ്. സൈഡ് ലൈറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ എന്താണ് നിഴല് വരാനുള്ള സാധ്യതകൾ കുറവാണ്, ഷെയ്ഡ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇഫ് ഇറ്റ് ഈസ് ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് ട്യൂബ് ലൈറ്റ്സ് ആർ പ്രിഫറബിൾ. എങ്ങനെയുള്ള ലൈറ്റ്സ് ആയിരിക്കും ക്ലാസ് റൂമിൽ വേണ്ടത്? ട്യൂബ് ലൈറ്റ്സുകൾ കുറച്ചുകൂടി അഭികാമ്യമായിരിക്കും അല്ലെ. ട്യൂബ് ലൈറ്റ്സ് നല്ല രീതിയിൽ നമുക്ക് ബോർഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലാത്ത പക്ഷം സാധാരണ ലൈറ്റിംഗ് ആണെങ്കിൽ എന്താണ് വെട്ടം കുറവായിരിക്കും, ബോർഡിൽ എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കില്ല. Since spread lighting will be the focus or spotlight will glare. എന്താ പറയുന്നത്? If it is, spreaded lighting will be the focus or spotlight will be glare. ഈ spreaded lighting എന്ന് പറഞ്ഞാൽ എന്താ? spreaded lightning എല്ലായിടത്തും പരന്ന വെളിച്ചമാണോ? എല്ലാവർക്കും പരന്ന വെളിച്ചമാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ബോർഡില്. ഇൻ കേസ് സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പോട്ട് ലൈറ്റ് ഒരു ഭാഗത്തേക്ക് ഒരു ഭാഗത്തേക്ക് മാത്രമാണോ? ഇങ്ങനെയായിരിക്കും. വായിച്ചു നോക്കിയത് യെസ്. അപ്പൊ നമ്മള് എന്താണ് ട്യൂബ് ലൈറ്റ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ട്യൂബ് ലൈറ്റ്സിന്റെ വെട്ടം എന്ന് വെച്ചിട്ടാണ് കംപ്ലീറ്റ്ലി ഇങ്ങനെ പരന്നു ഇരിക്കുകയായിരിക്കും അല്ലെ. നല്ല രീതിയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും കിട്ടും. സാധാരണ ലൈറ്റ്സ്, സാധാരണ ബൾബ് ആണെങ്കിൽ എന്താണ് ഒരു പൊസിഷനിലേക്ക് മാത്രമായിരിക്കും ലൈറ്റിന് വരുന്നത്. പക്ഷെ നമ്മള് ട്യൂബ് ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ആ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ലൈറ്റ്സ് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ നിഴല് വരാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പൊ ഫോക്കസ് ഓഫ് സ്പോട്ട് ലൈറ്റ് വിൽ ബി കീപ് ഗ്ലെയർ. അതായത് ഗ്ലെയറിന്റെ ഉദ്ദേശിക്കുന്നത് തിളക്കം അല്ലെങ്കിൽ നിഴൽ ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കേട്ടോ, അപ്പോ നമ്മൾ ലൈറ്റ്സിനെ ഉപയോഗിക്കുമ്പോൾ ബ്ലാക്ക് ബോർഡിന് മുന്നിൽ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ട്യൂബ് ലൈറ്റ്സുകളായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് സൂചിപ്പിക്കുന്നത്. ലൈറ്റ്സ് ഇടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നേരെ കൊണ്ടുവന്നായിരിക്കും ഇടുന്നത്. സൈഡിൽ ലൈറ്റ് ഇട്ടാലായിരിക്കും കറക്റ്റ് ആയിട്ട് നമുക്ക് ബോർഡ് എഴുതുന്നത് വിസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ ബ്ലാക്ക് ബോർഡ്സുകൾ അറേഞ്ച് ചെയ്യേണ്ടത്. യെസ്. The board should not be kept on the floor even if it is LKG. Backbench students cannot see the lower parts of the board. ഇനി ഈ ബോർഡ് നമ്മൾ എവിടെയായിരിക്കണം സിറ്റുവേറ്റ് ചെയ്യേണ്ടത്? പൊക്കി വെക്കണം, ഇച്ചിരി മുകളിലായിട്ട് പൊക്കി വെക്കണം ഫ്രണ്ടിൽ. should not be kept on the floor. നമ്മളത് ഒരിക്കലും ഇങ്ങനെ തറയിൽ വെക്കരുത്. പ്രത്യേകിച്ച് എങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണ്? LKG സ്റ്റുഡൻസ് ആണ്. LKG സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ബാക്ക് ബെഞ്ച് സ്റ്റുഡൻസ് കനോട്ട് സീ ദ ലോവർ പാർട്സ് ഓഫ് ദ ബോർഡ്. തറയിലാണ് വെക്കണമെങ്കിൽ ബാക്കിലിരിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും എന്താണ് ബോർഡ്സിന്റെ താഴെയുള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അല്ലെ. ബാക്ക് ബെഞ്ച് വിദ്യാർത്ഥികൾക്ക് ബോർഡിന്റെ താഴത്തെ ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോ അതൊരിക്കലും തന്നെ നമ്മൾ തറയിൽ വെക്കരുത്. അതായത് ഫ്ലോറിൽ ഒരിക്കലും ബോർഡ് വെക്കരുത്, അങ്ങനെ വെക്കില്ല. പക്ഷെ എന്താ സൂചിപ്പിക്കുന്നത് മനസ്സിലാവില്ല. എങ്ങനെയായിരിക്കും ബോർഡ് സിറ്റുവേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ വാളിലോ ആയിരിക്കും ഇതൊക്കെ ബോർഡ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ അങ്ങനെ ഒരു സെന്റൻസ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല അല്ലെ, ആണോ? അതെ മിസ്. യെസ്, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. തറയിൽ ഒരിക്കലും ബോർഡ്സിൽ വെക്കാറില്ല. അങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ വെക്കാതിരിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശമായിരിക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ബോർഡ്സുകൾ പറഞ്ഞു. 5 ടൈപ്സ് ഓഫ് ബോർഡ് ഉണ്ട്. യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. യൂസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അത്ര പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോ വെറുതെ പോയി എഴുതരുത്. അത്യാവശ്യം ഭംഗി തന്നെ. ഇപ്പൊ അക്ഷര ഭംഗി കുറവുള്ള ആരെങ്കിലും ഉണ്ടാവിരിക്കുക. പക്ഷെ പോയിക്കോട്ടെ,
സാരില്ല. എങ്കിലും നമ്മൾ അറിയാവുന്ന രീതിയിൽ ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുക. കളേഴ്സ് ചോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭംഗിയായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അടുത്തത് സീറ്റ് അറേഞ്ച്മെന്റ്സ് ആണ്. ക്ലാസ് മുറിയിലെ സീറ്റ് അറേഞ്ച്മെന്റ്സ്. By Montessori method, the students should sit freely on the floor. They can even lay down or turn back or rest their body in the convenient posture of them. Carpets are used in the nursery method, but it should have to be folded or spreaded by the children itself. The seat arrangements എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നത്? മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ചിട്ട് കുട്ടികൾ എവിടെ ഇരിക്കണം എന്നാണ് മോണ്ടിസോറി പറയുന്നത്? ഫ്ലോറിൽ ഇരുന്ന് പഠിക്കണം അല്ലെ, തറയിൽ ഇരുന്ന് ഫ്രീ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്, തറയിൽ ഇരുന്ന് പഠിക്കാനാണ് മോണ്ടിസോറി സജസ്റ്റ് ചെയ്യുന്നത്. They can even lay down or turn back or rest their body in the convenient posture of them. എന്തുകൊണ്ടാണ് ഫ്ലോറിൽ ഇരിക്കാനായിട്ട് പറയുന്നത്? ഫ്ലോറിൽ ഇരിക്കാൻ പറയുന്നതിന്റെ കാര്യം എന്താ? അവർക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ സ്വീകരിച്ചിരിക്കാനായിട്ട് സാധിക്കുന്നു. കുട്ടികൾ ഒരിക്കലും ഇപ്പൊ നമ്മള് ഡെസ്കിൽ ഇരിക്കുകയാണെങ്കിൽ എന്താണ്, ഒരേ പൊസിഷനിൽ തന്നെ കുറെ നേരം ഇരിക്കും. പക്ഷെ ഫ്രീ ആയിട്ട് അവർ ഫ്ലോറിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഏത് മൂവ്മെന്റ്, ഏത് പോസ്റ്ററിൽ വേണമെങ്കിലും ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ആണ് മോണ്ടിസോറി തന്നെ ക്ലാസ് മുറിയിൽ കുട്ടികൾക്കായിട്ട് ഒരുക്കുന്നത്. ഓക്കെ, ഫ്രീ പോസ്റ്റർ ഉണ്ടാകാൻ വേണ്ടി, ഫ്രീലി ബോഡി പാർട്സുകൾ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങള് തറയിൽ ഇരുന്ന് പഠിക്കാനായിട്ട് പറയുന്നത്. ഇനി കാർപ്പറ്റ്സ് ആർ യൂസ്ഡ് ഇൻ നഴ്സറി മെത്തഡ്. നഴ്സറിയിലേക്ക് നമ്മൾ എന്താണ് കാർപ്പറ്റ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടില്ല, ഈ പരവതാനികൾ ഉപയോഗിച്ചിട്ടായിരിക്കും കുട്ടികളെ താഴെ ഇടുന്നത്. ഇനി ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് ടു ബി folded or spreaded by the children itself. അപ്പൊ ഈ കാർപ്പറ്റ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, കുട്ടികളിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, തറയിൽ ഇരിക്കുന്നത് കൊണ്ട് ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എന്താണ്, കാർപ്പറ്റ് യൂസ് ചെയ്യാൻ, അതായത് ഫോൾഡ് ചെയ്യാനായിട്ട്. ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അത് മടക്കിയെടുക്കാൻ അല്ലെ, അത് മടക്കാനും നിവർത്താനും കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. അപ്പൊ ടീച്ചർ ഫസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന്. പിറ്റേ ദിവസം എന്താണ്, കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് കാർപ്പറ്റ് എടുത്തുകൊണ്ട്, ചെറിയ കാർപ്പറ്റ്സ് ആയിരിക്കും അല്ലെ, അത് എടുത്തുകൊണ്ടുവന്ന് എന്താണ്, ചെറിയ മാറ്റുകളായിരിക്കും എടുത്തുകൊണ്ടുവന്നത് ഫോൾഡ് ചെയ്യും. അതുപോലെ തന്നെ മടക്കാനും നിവർത്താനൊക്കെ കുഞ്ഞുങ്ങള് പഠിക്കുന്നു. ഓക്കെ, അതും അതിന്റെ കൂടെ കുഞ്ഞുങ്ങൾ ചെയ്തപ്പോ ഒരു ആക്ടിവിറ്റി കൂടി അവിടെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ എന്താണ് ആ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് കുട്ടികളെ പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മോണ്ടിസോറി കുഞ്ഞുങ്ങളോട് ഫ്ലോറിൽ ഇരുന്ന് പഠിക്കാനായിട്ട് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ പാരഗ്രാഫ്? സെക്കൻഡ് പാരഗ്രാഫ് എന്ന് ഒരാൾ വായിക്കാമോ? സെക്കൻഡ് പാരഗ്രാഫ്. Then platform benches are used for sitting and quarter benches used for writing purposes. In the next class, quarter bench will be used for sitting and half bench will be used for writing. Next to it, half the bench will be used for sitting and the full bench for writing. In the higher classes, full benches and desks or long tables are used. Putting individual chairs and a collective long bench to write will provide them identity and at the same time improve the cooperation among them. If the normal table, either square or round, is used for the entire class, the teacher can arrange them to sit in U shape or G shape. Yes, ഇനി സീറ്റ് അറേഞ്ച്മെന്റ്സിൽ നെക്സ്റ്റ് വരുന്നത് ബെഞ്ചസും ഡെസ്കുകളും എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതെന്നാണ്. നോക്കാം. Then platform benches are used for sitting and quarter benches used for writing purpose. പ്ലാറ്റ്ഫോം ബെഞ്ചുകൾ കണ്ടിട്ടില്ലേ നിങ്ങള്? പ്ലാറ്റ്ഫോം ബെഞ്ചുകൾ, ചെറിയ ബെഞ്ചുകള്, കുട്ടികളുടെ ചെറുതായിരിക്കും, തീരെ പൊക്കം കുറവായിരിക്കും അല്ലെ? യെസ്, അത് കുട്ടികൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്വാർട്ടർ ബെഞ്ചസ്. ക്വാർട്ടർ ബെഞ്ച് വെച്ചാൽ KG സെക്ഷനിലെ കുട്ടികളുടെ കണ്ടിട്ടുണ്ടോ? എന്താ അവരുടെ കുഞ്ഞുങ്ങളുടെ കറക്റ്റ് പൊക്കത്തിനനുസരിച്ചിട്ടായിരിക്കും ക്വാർട്ടർ ബെഞ്ച് വെച്ചാൽ അവരുടെ പകുതി ഉണ്ടാവുള്ളൂ അല്ലെ. അതായത് കുട്ടികൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് റൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാർട്ടർ ബെഞ്ചസ് ഉപയോഗിക്കുന്നത്. ഇരിക്കാൻ വേണ്ടിയിട്ട് ഏത് ബെഞ്ചസ് ആണ് ഉപയോഗിക്കുന്നത്? പ്ലാറ്റ്ഫോം ബെഞ്ചസുകളാണ് ആദ്യ ഘട്ടങ്ങളിൽ KG സെക്ഷനിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ക്ലാസ് കുട്ടികള് കുറച്ചുകൂടി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ആവുന്ന സമയത്ത് എങ്ങനെയാണ്?
quarter bench will be used for sitting and half bench will be used for writing. പിന്നെ എന്ത് ചെയ്യും നമ്മള് ക്വാർട്ടർ ബെഞ്ചസുകള് ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു അല്ലെ. കുട്ടികൾ നേരെ റൈറ്റ് ചെയ്ത ബോർഡുകള് അല്ലെങ്കിൽ ബെഞ്ചസുകൾ നമ്മള് സെക്കൻഡ് ക്ലാസ് ആവുന്ന സമയത്ത് എന്താണ് അത് ഇരിക്കാനായിട്ട് സിറ്റിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ എഴുതാനായിട്ടോ റൈറ്റിംഗ് പർപ്പസിന് ഏത് ബെഞ്ചസ് ആണ് ഉപയോഗിക്കുന്നത്? ഹാഫ് ബെഞ്ചസ് ആണ് ഉപയോഗിക്കുന്നത്. Yes. Then next, it have the bench. Next to have the bench will be used for sitting and the full bench for writing. അടുത്ത ക്ലാസ്സിൽ എന്താണ് ഹാഫ് ബെഞ്ചസ് ഫുൾ ബെഞ്ചസ് എന്താണ് അതായത് ഫുൾ ഡെസ്കുകൾ റൈറ്റിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇൻ ദ ഹയർ ക്ലാസ്സസ് ഈ വലിയ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ക്ലാസ്സസ് ഫുൾ ബെഞ്ചസ് ആൻഡ് ഡെസ്ക് ഓർ ലോങ് ഡെസ്ക്സ് ആർ യൂസ്ഡ്. അപ്പൊ വലിയ ക്ലാസ് നമ്മള് ഫുൾ ആയിട്ടുള്ള വലിയ ഡെസ്കുകളും ബെഞ്ചസുകളും ആയിരിക്കും ഉപയോഗിക്കുന്നത്. ചില സ്കൂളുകളിൽ എന്താണ് ടേബിൾസ് ആയിരിക്കും. ചില കുട്ടികൾക്ക് ചില സ്കൂളുകൾ അനുസരിച്ചിട്ട് ടേബിൾ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, രണ്ട് രീതിയിലും അവിടെ സാധനങ്ങൾ അപ്പൊ ബെഞ്ചസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഹയർ ക്ലാസ്സിൽ വലിയ ബെഞ്ചസും ഡെസ്കുകളും അതോടൊപ്പം തന്നെ ടേബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ചെറിയ ക്ലാസ്സിൽ എന്താണ് പ്ലാറ്റ്ഫോം ബെഞ്ചുകള് സിറ്റ് ചെയ്യുന്നതിനും ക്വാർട്ടർ ബെഞ്ചസുകൾ റൈറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വാർട്ടർ ബെഞ്ചസുകൾ ഇരിക്കുന്നതിനും ഹാഫ് ബെഞ്ചസുകൾ എഴുതാൻ ഉപയോഗിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഹാഫ് ബെഞ്ചസുകൾ ഇരിക്കുന്നതിനും ഫുൾ ബെഞ്ചസുകൾ നമ്മൾ റൈറ്റിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഹയർ ക്ലാസ്സിലാണ് നമ്മൾ ഡെസ്ക് അല്ലെങ്കിൽ ഫുൾ ബെഞ്ചസ് ഉപയോഗിക്കുന്നത്. ടേബിൾസ് ആൾസോ യൂസ്ഡ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളുടെ സ്ട്രക്ചർ ഫർണിച്ചേഴ്സിന്റെ സ്ട്രക്ചറുകൾ പോകുന്നത്. ഓക്കെ, അവിടെ വരെ മനസ്സിലായോ അത്? ഇനി putting individual chairs and collective long benches to write will provide them identity and the same time improve the cooperation among them. ഇനി ചില സ്കൂളുകളിൽ നമ്മൾ കണ്ടിട്ട് ചെയർസ് കൊടുക്കും കുട്ടികൾക്ക്. ഒരു സെപ്പറേറ്റ് ചെയറുകൾ ഉണ്ടാവും അല്ലെ, ഒരു ഡെസ്കും അല്ലെങ്കിൽ ഒരു ടേബിളും ചെയറും ഉണ്ടാക്കിയാണ്. അതിനു വേണ്ടി അങ്ങനെ കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ അവർക്ക് എഴുതാനും പറ്റും. മറ്റുള്ള കുട്ടികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് ഒരു ബെഞ്ചിൽ ഇരിക്കാം, അതായത് ഒറ്റയ്ക്ക് ഒരു ടേബിൾ. തൊട്ടടുത്ത് കുട്ടികൾ ഉണ്ടാവുമെങ്കിൽ അവർക്ക് ടേബിളുണ്ട്, സ്വന്തമായിട്ട് ചെയർ കൊടുക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കുട്ടികൾക്ക് തന്നെ കിട്ടും, പേഴ്സണലി കിട്ടുകയാണ്. അതോടൊപ്പം തന്നെ എന്താണ് കോപ്പറേഷൻ അല്ലെ, ഐഡന്റിറ്റി. അറ്റ് ദ സെയിം ടൈം ഇംപ്രൂവ് ദ കോപ്പറേഷൻ. കളക്റ്റീവ് ആയിട്ട് ഇരുന്നുകൊണ്ട്, അതായത് ടേബിളിന് ചുറ്റും കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. ടേബിള് ഓരോ കുട്ടികൾക്കും സെപ്പറേറ്റഡ് ആയിട്ട് ടേബിൾ ഉണ്ട്. ചില സ്കൂളുകളിൽ ഉണ്ട് അങ്ങനെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല. വലിയ ക്ലാസ്സുകൾ ഉണ്ടാവില്ല, CBSE സ്കൂളിൽ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, if the normal table either square or round is used for the entire class, teacher can arrange them to sit in U shape or G shape. അപ്പൊ നോക്കിയേ, ടേബിൾ അറേഞ്ച്മെന്റ്സ്, അതായത് ടേബിൾസ് മിക്കവാറും റൗണ്ടിലോ സ്ക്വയറിലോ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. ഇപ്പൊ ടീച്ചറുടെ ടേബിൾ കാണുമ്പോ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ ടീച്ചറിന് എങ്ങനെ ഇരുത്താൻ പറ്റും കുട്ടികളെ? എങ്ങനെ ഇരുത്താൻ പറ്റും? സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ, സ്ക്വയറോ റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ യു ഷേപ്പ്. സാധാരണ മേശ ചതുരാകൃതിയിലോ വൃത്താകൃതികളാണെങ്കിൽ അധ്യാപകൻ അവയെ യു ആകൃതി, ക്ലാസ്സിന് യു ആകൃതിയിൽ ഇരുത്താൻ പറ്റുന്നത്. നടുക്ക് ടേബിൾ വരുന്നു, അപ്പുറം ഇപ്പുറം എന്താണ് കുട്ടികൾ വരുന്ന രീതിയിൽ അല്ലെ. അങ്ങനെയാണ് നമ്മൾ യു ആകൃതി. നമ്മൾ യുവിന്റെ ഏറ്റവും അറ്റത്തായിരിക്കും ടേബിൾ വരുന്നത്. ആ യുവിന്റെ അപ്പുറത്തിപ്പുറത്തെ ലൈൻ എന്തായിരിക്കും കുട്ടികളുടെ ബെഞ്ചസുകൾ അല്ലെങ്കിൽ ഡെസ്കുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ നോർമൽ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇനി ജി ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ജി ഷേപ്പ് അതെങ്ങനെ ഇരുത്തും ജി ഷേപ്പില് കുട്ടികളെ? യു ഷേപ്പ് ഓക്കെ, ജി ഷേപ്പിൽ എങ്ങനെയായിരിക്കും ഇരുത്തുന്നത്? എങ്ങനെയായിരിക്കും അത് ജി ഷേപ്പിൽ കുട്ടികളെ ഇരിക്കാൻ പറ്റുന്നത്? സി ക്ലാസ്സിൽ എങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ജി ഷേപ്പിൽ നിങ്ങളാണ്, പ്രത്യേകിച്ച് സ്മോൾ ജി. രണ്ട് റൗണ്ട് ടേബിൾ ഇട്ടിട്ട് ഒരെണ്ണത്തില് ഒരു റൗണ്ട് ടേബിളിന്റെ ചുറ്റും ഇരുത്തും കുട്ടികൾ മാത്രം. മറ്റേതില് ഒരു സൈഡിൽ ടീച്ചറും പിന്നെ ഹാഫ് സർക്കിൾ കുട്ടികളെ ഇരുത്തും. അപ്പൊ ചെയ്യാവോ? അതെ ശരിയാവുമല്ലോ.
എന്നെങ്ങനെ പറഞ്ഞു? സമീറ മാത്രമാണ് ഇത്രയും ക്ലാസ് എടുക്കുന്നത് പറഞ്ഞത്. ജിഷേപ്പ് എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിച്ചു, ടീച്ചർ എങ്ങനെ എടുക്കുന്നത്? പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി അല്ലേ? അപ്പൊ റൗണ്ട് ടേബിൾ ആയിരിക്കും കുറച്ചുകൂടി എളുപ്പമാവുന്നത് അല്ലെ? റൗണ്ട് ടേബിൾ ആണെങ്കിൽ ഈ ഒരു ഷേപ്സിൽ ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കുട്ടികളെ ഇരുത്താം കേട്ടോ. സ്കൂളിന്റെ പെർമിഷൻ ഉണ്ടാവണം. ക്ലാസ് എങ്ങനെ വേണ്ടി നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇഷ്ടമുള്ള ഷേപ്സിൽ നിങ്ങൾക്ക് ക്ലാസ് അറേഞ്ച് ചെയ്യാം. കുറച്ച് കൺവീനിയന്റ് ആയിരിക്കും കുട്ടികൾക്ക്, നമ്മൾ വിസിബിൾ ആയിരിക്കും, എല്ലാ കുട്ടികളെ നമുക്ക് കാണുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഷേപ്സ് ഒക്കെ നിങ്ങൾ അറേഞ്ച് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അത് ചെക്ക് ചെയ്യാം കേട്ടോ. പറ്റുന്ന പോലെ കുഞ്ഞുങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡെസ്ക് അറേഞ്ച് ചെയ്തിരിക്കാം. ഓക്കെ, യെസ്. മോളുടെ ക്ലാസ്സിൽ അങ്ങനെയാണ്, യു ഷേപ്പ് അല്ല കണ്ടിരിക്കണം, സ്ക്വയർ പോലെ കണ്ടിരിക്കണം ടീച്ചേഴ്സ്. ഓക്കെ, ഇനി for each students 3 to 6, 3 to 2 is equal to 6 square. അതായത് ഓരോ സ്റ്റുഡന്റിനും എന്താണ് 6 സ്ക്വയർ ഫീറ്റിലായിരിക്കണം ഓരോ സീറ്റ് അറേഞ്ച്മെന്റ്സ് വരുന്നത്. Apart from this calculation, 100 square feet is a common requirement in every class. അപ്പൊ ഒരു ഫുൾ ക്ലാസ്സിൽ എങ്ങനെയായിരിക്കും? അത് 100 ചതുരശ്ര അടിയിലായിരിക്കും ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. 100 ചതുരശ്ര അടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ടീച്ചേഴ്സ് മൂവ്മെന്റിന് ഒരു സ്പേസ് ഉണ്ടാവും. ടീച്ചർക്ക് മൂവ് ചെയ്യുന്നതിനായിട്ട് ഒരു 40 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ സ്റ്റുഡൻസ് മൂവ്മെന്റിന് വേണ്ടി എന്താണ് 40 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, ദെൻ ആൻഡ് റാക്ക് സ്പേസ് സ്ക്വയർ ഫീറ്റ്. റാക്ക് സ്പേസ് എന്ന് പറയുന്നത് റാക്ക് എന്താണ്? റാക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ സ്കൂൾ ക്ലാസ് റൂമിൽ വയ്ക്കുന്ന റാക്സ്, ഷെൽഫുകള്, കുട്ടികളുടെ പുസ്തകങ്ങള്, കണ്ടിട്ടുണ്ട്. ക്ലാസ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു എത്ര അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ 100 സ്ക്വയർ ഫീറ്റ് ആണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പൊ 40 സ്ക്വയർ ഫീറ്റ് ടീച്ചേഴ്സിനുള്ള മൂവ്മെന്റ് സ്പേസും 40 സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കുട്ടികൾക്കുള്ള മൂവ്മെന്റും. ദെൻ 20 സ്പേസ് എന്ന് പറയുന്നത് 20 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് റാക്ക് സ്പേസസിന് വേണ്ടിയിട്ടാണ് ക്ലാസ് റൂം ശരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കണക്ക് അടിസ്ഥാനം, ഈ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് റൂമുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അത് വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം വരാം, സ്ക്വയർ ഫീറ്റിനനുസരിച്ച് അത് വ്യത്യാസം വരാം. ഓക്കെ, ഇനി ഒരു കാര്യം പറയണേ, സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, യൂണിഫോംസും നിങ്ങളൊന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് നോക്കിയിട്ട് വരാമോ? എന്നിട്ടൊന്ന് ക്ലാസ് എടുക്കാവുള്ളൂ. എളുപ്പമാണ്. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അതായത് ഹൈറ്റ് ഓർഡർ അനുസരിച്ച് കുട്ടികളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് കുട്ടികളെ നമ്മൾ സിറ്റി അറേഞ്ച് ചെയ്യും. അറ്റൻഡൻസ് ഓർഡർ വെച്ച്, റാങ്കിങ് മെത്തേഡ് വെച്ച്, ഇങ്ങനെ നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യും. അതൊന്നും നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളൊന്ന് തയ്യാറായി വരാം കേട്ടോ. ആരെങ്കിലും 2 പേര് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ഒരാളെ യൂണിഫോംസ്, ക്ലാസ് റൂമിൽ യൂണിഫോമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതൊന്ന് നാളെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും. അടുത്ത ഫ്രൈഡേ, ടീച്ചറിന്റെ ഫ്രൈഡേ അല്ലുള്ളത് ക്ലാസ്. ഇന്ന് പഠിച്ചു വന്ന് ക്ലാസ് എടുക്കാവോ? സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, യൂണിഫോം. അതിന് ഞാൻ ഒരാളെ പേര് വിളിക്കട്ടെ. സമീറ. സമീറ എടുക്കോ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അടുത്ത ക്ലാസ്സിൽ? ഓക്കെ, എടുക്കാം. ഇനി യൂണിഫോംസ് ആരെടുക്കോ? യൂണിഫോം ഫാത്തിമ, ഷമീർ എടുക്കാമോ? ഇവിടെ പെരുന്നാൾ ഞാൻ അബ്രോഡാണ്. ഇവിടെ പെരുന്നാളാ വെള്ളിയാഴ്ച, ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. ഓക്കെ, വേണ്ട. റഫീന, റഫീന എടുക്കാവോ യൂണിഫോംസ്? എടുക്കാം. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് സമീറെ, യൂണിഫോംസ് റഫീന എടുക്കണം കേട്ടോ. ഓക്കെ, ഓരോന്ന് വായിക്കാം എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ളത് കേട്ടോ. അങ്ങനെയാണെന്ന്. യെസ്, ജപ്പാനീസ് ടൈപ്പ് ഓഫ് ക്ലാസ് റൂം ടീച്ചർ ഇവിടെ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞു തന്നോളാം കേട്ടോ. അത് കഴിഞ്ഞാൽ യൂണിറ്റ് 7 കൂടി അല്ലേ ഉള്ളൂ അല്ലേ? അതെ. യെസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു.